മൈ ഡിയർ +2 സ്റ്റുഡൻസ്. യെസ്, നിങ്ങൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു തകർപ്പൻ റിവിഷൻ ടൈമിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ എക്സാം ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓരോ ചാപ്റ്റർ ആയിട്ട് റിവിഷൻ ചെയ്ത് പോകുന്ന ഒരു ടൈം ആയിരിക്കും ഇത്. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്തായാലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ കംപ്ലീറ്റ് ചെയ്യാത്ത എല്ലാവരും ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നേരതാ ഇങ്ങോട്ട് പോരി. ഇവിടെ എന്തുണ്ട്? സെക്കൻഡ് ചാപ്റ്ററിന്റെ എന്തുണ്ട്? റിവിഷൻ ഉണ്ട്. ഏതാണ് ചാപ്റ്റർ? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത്. സെക്കൻഡ് ചാപ്റ്ററും ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ സെക്കൻഡ് ചാപ്റ്ററും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ചാപ്റ്റർ നമുക്ക് 7 മാർക്കിന് വരെയുള്ള ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു വരുന്ന സമയത്ത് കുഴപ്പമില്ല, ഈ ചാപ്റ്റർ സിമ്പിൾ ആണെന്നൊക്കെ തോന്നി. സെക്കൻഡ് ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കാണാൻ പറ്റുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? വേഗം തന്നെ സ്കിപ്പ് ചെയ്യും അല്ലെ. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ചാപ്റ്റർ സ്കിപ്പ് അടിക്കരുത്. കാരണം എന്താണ്? ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ ഈസിയും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാം. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ മാനേജ്മെന്റിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് ആ ഒരു ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് നോക്കണം? ഈ ടൈറ്റിൽ നോക്കണം അല്ലെ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? നമുക്കറിയാം മാനേജ്മെന്റിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, ഒരുപാട് മറ്റുള്ള ഒരുപാട് ഹ്യൂമൻസ് ഉണ്ട്. സോ അവരുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ മാനേജ്മെന്റിൽ പ്രധാനപ്പെട്ട ഒരുപാട് ഡിസിഷൻസ് എടുക്കണം വേണ്ടേ. ആ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ സഹായിക്കുന്ന ബ്രോഡ് ആയിട്ടുള്ളതും ജനറലുമായിട്ടുള്ള ഗൈഡ് ലൈൻസിനെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് എക്സ്പെക്ട് ചെയ്യാം. വാട്ട് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? ഓക്കെ, അപ്പൊ എന്തൊരു ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്ന ജനറൽ ഗൈഡ് ലൈനെ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു മാനേജ്മെന്റിൽ അവിടുത്തെ എംപ്ലോയീസിന് പ്രമോഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പൊ അവിടുത്തെ മാനേജ്മെന്റ് വിചാരിക്കുകയാണ് സീനിയോറിറ്റിയുടെ ബേസിൽ എന്ത് കൊടുക്കാം? പ്രമോഷൻ കൊടുക്കാം. ഓക്കെ, ആരാണോ ഏറ്റവും വലിയ സീനിയർ അവർക്ക് പ്രമോഷൻ കൊടുക്കാം. അപ്പൊ പ്രമോഷന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സീനിയോറിറ്റി ആണ്. സീനിയോറിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് അവിടെ പ്രമോഷൻ കൊടുക്കുന്നത്. സോ അതൊരു ഗൈഡ് ലൈൻ ആണ് അല്ലെ, ഡിസിഷൻ എടുക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ആണ്, ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ജനറൽ ഗൈഡ് ലൈൻ ആണ്. അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അഥവാ മാനേജീരിയൽ പ്രിൻസിപ്പിൾ എന്ന് പറയാൻ പറ്റും. ഇതേ ഒരു ക്രൈറ്റീരിയ തന്നെ എല്ലാ മാനേജ്മെന്റിലും എടുക്കണം എന്നില്ല അല്ലെ. ചില ആൾക്കാർ മെറിറ്റിന്റെ ബേസിൽ അല്ലെ, ഓരോരുത്തരുടെയും കഴിവിന്റെ അടിസ്ഥാനത്തിൽ പ്രമോഷൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചാലും അതെന്താണ്? ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഗൈഡ് ലൈൻ ആണ്. സോ അതും മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഓരോ മാനേജ്മെന്റിലും മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് ഒരേപോലെ ഉണ്ട്, അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്നെങ്കിലും ഡിഫറെന്റ് ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. അപ്പൊ ഡെഫിനിഷൻ കൂടി നിങ്ങൾ ഏതൊരു ടേം പഠിക്കുമ്പോഴും പഠിച്ചു വെക്കാം. നമുക്കറിയാം ബിസിനസ് സ്റ്റഡീസിൽ എന്തൊരു ടേം പഠിച്ചാൽ ആദ്യം നമ്മൾ മീനിങ് കാണും, പിന്നെ നമ്മൾ ഡെഫിനിഷൻ കാണും. ഓക്കെ, അപ്പൊ ഇവിടെ കൂൺസ് ആൻഡ് ഓ ഡൊണൽ എന്ന് പറഞ്ഞിട്ടുള്ള ആള് എന്താണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ഫണ്ടമെന്റൽ ട്രൂത്ത് ഓഫ് ജനറൽ വാലിഡിറ്റി. എവിടെയും വാലിഡ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ട്രൂത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. എന്തൊക്കെ പ്രത്യേകതകളാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന് ഉള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി. എന്താണ് യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ബിസിനസ് ആയിക്കോട്ടെ, നോൺ ബിസിനസ് ആയിക്കോട്ടെ, ഇനിയിപ്പോ വലിയ ലാർജ് സ്കെയിൽ ബിസിനസ് ആയിക്കോട്ടെ, സ്മോൾ സ്കെയിൽ ബിസിനസ് ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് കൺസേൺ ആയിക്കോട്ടെ, സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കൺസേൺ ആയിക്കോട്ടെ, എവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മാനേജീരിയൽ പ്രിൻസിപ്പിൾസ്. അതുകൊണ്ടാണ് മാനേജീരിയൽ പ്രിൻസിപ്പിൾസിന് യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? ജനറൽ ഗൈഡ് ലൈൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ
സീനിയോറിറ്റിയുടെ ബേസിൽ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്ന, അതുപോലെ തന്നെ ഹ്യൂമൻ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് മാനേജീരിയൽ പ്രിൻസിപ്പിൾസ്. സോ ജനറൽ ഗൈഡ് ലൈൻസ് ആണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ മാനേജ്മെന്റിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നത്തിനുള്ള ഒരു റെഡിമെയ്ഡ് സൊല്യൂഷൻ ഇത്തരത്തിലുള്ള മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിലും നമുക്കൊരു ബേസ് ആയിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ജനറൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും മാനേജ്മെന്റിൽ പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് തീരുമാനങ്ങൾ അല്ലെങ്കിൽ സൊല്യൂഷൻ കാണാനായിട്ട് ഇത്തരത്തിലുള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനെ എടുക്കാൻ പറ്റാത്തത്? ഓരോ മാനേജ്മെന്റും മറ്റൊരു മാനേജ്മെന്റിനെ അപേക്ഷിച്ച് ഡിഫറെന്റ് ആയിരിക്കും, അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞ സീനിയോറിറ്റിന്റെ ബേസിൽ പ്രൊമോഷൻ കൊടുക്കാമെന്നൊരു ബിസിനസ് ഓർഗനൈസേഷൻ തീരുമാനിക്കുന്നു, അതേ ഒരു കാര്യം തന്നെ മറ്റൊരു ബിസിനസ് ഓർഗനൈസേഷൻ തീരുമാനിക്കണം എന്നില്ല, അല്ലെ? അവിടെ എന്താണ്, കോംപ്ലക്സ് ആണ്, ഡിഫറെന്റ് ആണ്. അത്തരത്തിലുള്ളത് കൊണ്ടാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ത് തരുന്നില്ല എന്ന് പറയുന്നത്, റെഡിമെയ്ഡ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റും ഓർത്ത് വെക്കുക. ആൻഡ് തേർഡ് വൺ എന്താണ്, ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. വെറുതെ എന്താണ്, വെറുതെ ഫോം ചെയ്തിട്ടുള്ള ഒന്നല്ല നമ്മുടെ മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഒരുപാട് മാനേജേഴ്സിന്റെ എക്സ്പീരിയൻസിലൂടെയും അവരുടെ അറിവ്, കളക്റ്റീവ് വിസ്റ്റം, അതുപോലെ തന്നെ ഒരുപാട് മാനേജ്മെന്റിൽ നടന്നിട്ടുള്ള എക്സ്പെരിമെന്റ്സിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ഫ്ലെക്സിബിൾ. നമ്മുടെ മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആണ്, റിജിഡ് അല്ല. ഇപ്പൊ നമ്മൾ സയൻസിലെ പ്രിൻസിപ്പിൾ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രീതിയിലും മാറ്റം വരുത്താൻ പറ്റുന്ന ഒന്നല്ല സയൻസിലെ പ്രിൻസിപ്പിൾസ്. എന്നാൽ നമ്മൾ നേരെ മാനേജീരിയൽ പ്രിൻസിപ്പിൾസിലേക്ക് വരുമ്പോൾ അതെന്താണ്, യെസ്, നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. നമുക്കെന്ന് പറയുമ്പോൾ ആർക്കാണ്, മാനേജേഴ്സിന് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. അതുകൊണ്ടാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഫ്ലെക്സിബിൾ ആണെന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത്, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ സീനിയോറിറ്റിന്റെ ബേസിൽ പ്രൊമോഷൻ കൊടുക്കുകയാണ്, അതേ ഒരു കാര്യമല്ല മറ്റൊരു ബിസിനസ് ഓർഗനൈസേഷനിൽ നടത്തുന്നത്, അല്ലെ? അവരുടെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്, മെയിൻലി ബിഹേവിയറൽ. നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജീരിയൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്, അല്ലെ? ആളുകളെയാണ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിലിറ്റി അവിടെ വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം, ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരുപാട് തൊഴിലാളികൾ ഉണ്ടായിരിക്കും, ഒരുപാട് ഹ്യൂമൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെയൊക്കെ നേച്ചർ എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിരിക്കും. എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കും ഉണ്ടാവുക, അല്ല. സോ മാനേജീരിയൽ പ്രിൻസിപ്പിൾ എപ്പോഴും ഡീൽ ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ ബിഹേവിയറിനെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആണ്. സോ മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് എപ്പോഴും എന്താണ്, ഒരു ബിഹേവിയറൽ നേച്ചർ ആണ് ഉള്ളത് എന്ന് പറയാൻ പറ്റും, അല്ലെ? പെരുമാറ്റ സ്വഭാവമാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് എപ്പോഴും മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സിനെയാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. മാനേജീരിയൽ പ്രിൻസിപ്പിൾസിലൂടെ നമുക്ക് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? അതായത് ഇപ്പൊ ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ, ഇന്നോവേഷൻസ് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ പുതിയൊരു ലേബറിനെ അല്ലെങ്കിൽ ഒരുപാട് ലേബേഴ്സിനെ ഹയർ ചെയ്യാണ്. ഇതിന്റെ എഫക്റ്റ്, ആഫ്റ്റർ എഫക്റ്റ് എന്താന്നുള്ളത് മാനേജീരിയൽ പ്രിൻസിപ്പിൾസിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയായിരിക്കും? അതായത് സിമിലർ നാച്ചുറുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ബിസിനസ് ഓർഗനൈസേഷനിൽ നടക്കുമ്പോൾ ഇതാണ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ജനറൽ ഗൈഡ് ലൈൻസ് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ ഹ്യൂമൻ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് എസ്റ്റാബ്ലിഷ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്, എന്തെങ്കിലും ഒരു കാര്യം ബിസിനസ് ഓർഗനൈസേഷനിൽ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, കണ്ടീജന്റ് ആണ്. കണ്ടീജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാഹചര്യങ്ങൾക്കനുസരിച്ച്, സിറ്റുവേഷൻസിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലെക്സിബിൾ ആണ്, അല്ലെ? മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. അപ്പം എൻവയറമെന്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ എന്ത് തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരാൻ, അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് ബിസിനസ് ഓർഗനൈസേഷനിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്, ബിസിനസ് ഓർഗനൈസേഷൻസ് ഔട്ട്ഡേറ്റഡ് ആയി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് ബിസിനസ് ഓർഗനൈസേഷനിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. അതായത് ഓരോ മാനേജ്മെന്റും മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ടതിന്റെ ആവശ്യകത, ഇമ്പോർട്ടൻസ് എന്താണ്? 4 മാർക്കിന് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം അല്ലെ. ഫസ്റ്റ് വൺ, പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. അതായത് റിയൽ വേൾഡ് സിറ്റുവേഷനെ പറ്റിയിട്ടുള്ള ഇൻസൈറ്റ് മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് മാനേജ്മെന്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടോ, അതുകൂടാതെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ട് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാക്കി അതിനൊക്കെ സൊല്യൂഷൻസ് കാണാനും, അതുപോലെ തന്നെ മാനേജീരിയൽ സിറ്റുവേഷൻസും സർക്കംസ്റ്റാൻസസ് ഒക്കെ മനസ്സിലാക്കി എല്ലാ രീതിയിലുള്ള എഫിഷ്യൻസി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് മാനേജേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? എക്യുപ്പൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരാളെ ഹയർ ചെയ്യുന്ന സമയത്ത് എന്താണ് അതിന്റെ എഫക്റ്റ്, അല്ലെങ്കിൽ പുതിയൊരു മെഷീൻ, പുതിയൊരു ഇന്നോവേഷൻ ബിസിനസ് ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്ന സമയത്ത് എന്താണ് അതിന്റെ എഫക്റ്റ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അവിടെ സാധ്യമാവുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമുക്കറിയാം മാനേജീരിയൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ജനറൽ ഗൈഡ് ലൈൻസ് ആണ്. ഒരിക്കലും മാനേജേഴ്സിന്റെ പ്രജുഡൈസസോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഡിസിഷൻസിനനുസരിച്ചോ അല്ല ബിസിനസ് ഓർഗനൈസേഷനിൽ തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അത്തരത്തിലുള്ള എഫിഷ്യൻസി അവിടെ കൂടാൻ ചാൻസ് ഉണ്ട്. സോ അവിടെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് സാധ്യമാകും. അതിനൊപ്പം തന്നെ അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനും സാധ്യമാകും അല്ലെ. നല്ല രീതിയിലുള്ള ഭരണം അവിടെ നടക്കും, അല്ലെങ്കിൽ മൊത്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നല്ല രീതിയിൽ നടക്കും. ബിസിനസ് ഓർഗനൈസേഷനിൽ ഡെവലപ്മെന്റ് ഉണ്ടാകും. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ എന്താണ്? സയന്റിഫിക് ഡിസിഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബിസിനസ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ മാനേജേഴ്സിന്റെ പ്രജുഡൈസ് അതുപോലെ തന്നെ മാനേജേഴ്സിന്റെ ഡിസിഷൻസിനനുസരിച്ചല്ല അവിടെ തീരുമാനം എടുക്കുന്നത്. അവിടെ നമുക്ക് ഒരുപാട് ജനറൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട് അല്ലെ, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ ഡിസിഷൻസും സയന്റിഫിക്കലി ആയിരിക്കും അല്ലെ, ഫാക്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ലോജിക്കിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ബ്ലൈൻഡ് ഫെയ്ത്തുകൾക്കല്ല. ഒരുപാട് നമുക്കറിയാം ഇത്തരത്തിലുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള ഫെയ്ത്തുകൾ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് ലോജിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈംലി ആയിട്ടുള്ള ഇവാലുവേഷൻ അവിടെ സാധ്യമാകും. അതുപോലെ തന്നെ നമ്മുടെ മാനേജേഴ്സിന്റെ ഒക്കെ ബയാസ് എന്നും പ്രജുഡൈസസ് എന്നൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള നല്ല റിസൾട്ട് ബിസിനസ് ഓർഗനൈസേഷന് കിട്ടും. അതാണ് സയന്റിഫിക് ഡിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എപ്പോഴും സയന്റിഫിക് ഡിസിഷൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? മീറ്റിംഗ് ചേഞ്ചിങ് എൻവയറമെന്റ് റിക്വയർമെന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നു, അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻവയറമെന്റിൽ എന്ത് ചേഞ്ചസ് വരുന്നോ അത്തരത്തിലുള്ള ചേഞ്ചസിനനുസരിച്ച് ബിസിനസ് ഓർഗനൈസേഷനും അഡാപ്റ്റബിൾ ആവുന്നുണ്ട്. ത്രൂ ഏത് വഴിയാണ്? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് വഴിയാണ്. സോ എൻവയറമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലും ചേഞ്ചസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് മീറ്റിംഗ് ചേഞ്ചിങ് എൻവയറമെന്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് അല്ലെ. ബിസിനസ് ഓർഗനൈസേഷനിലുള്ള മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കണ്ടീജന്റ് ആണ്. എന്താണോ നമ്മുടെ സിറ്റുവേഷൻസ് ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ബിസിനസ് ഓർഗനൈസേഷനിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. മിസ് എപ്പോഴും ക്ലാസ് പറയുന്ന കാര്യമാണ്. എന്താണ്? ഏതൊരു ബിസിനസ് ഓർഗനൈസേഷന്റെ അൾട്ടിമേറ്റ് എയിം പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞാലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീറ്റ് ചെയ്യാത്ത ഒരു ബിസിനസ് ഓർഗനൈസേഷനും സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ ബിസിനസ് ഓർഗനൈസേഷൻസിനെ ഇത്തരത്തിലുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജീരിയൽ പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഏതിലൂടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക? വേജസിൽ ഇക്വിറ്റി കൊടുത്തിട്ടും, നമ്മുടെ കസ്റ്റമേഴ്സിനെ വാല്യൂ ചെയ്തിട്ടും, എൻവയറമെന്റിന് കെയർ കൊടുത്തിട്ടും, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ബിസിനസ് അസോസിയേറ്റ്സും ആയിട്ടുള്ള ഡീലിങ്സ് വെച്ചിട്ടൊക്കെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മാനേജ്മെന്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്നുള്ള പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാനേജ്മെന്റ് തിയറിയുടെ ഒരു കോർ പാർട്ടാണ് നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇതാ +2 ആയപ്പോഴേക്കും പഠിക്കാൻ തുടങ്ങി. ഇനിയിപ്പം ഹയർ സ്റ്റഡീസ് BBA MBA എടുക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ ഈ മാനേജ്മെന്റ് ഫീൽഡിൽ എന്തെങ്കിലും ജോലി അന്വേഷിച്ചു പോകുന്ന സമയത്തും മാനേജീരിയൽ സ്കിൽസ് ഉണ്ടോ, മാനേജീരിയൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടോ എന്നൊക്കെ അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. സോ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് റിസർച്ചിനായിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ട്രെയിനിങ്ങിനായിക്കോട്ടെ എല്ലാം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത്രയുമാണ് സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ പാർട്ട് 2 എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പാർട്ട് 2ലേക്കാണ്. എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. നമുക്ക് 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ടൈലേഴ്സ് സയന്റിഫിക് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ ടൈലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ടൈലറിനെ പറ്റി 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെ? അപ്പൊ ടൈലർ, FW ടൈലർ, ഫുൾ നെയിം എന്താണ്? ഫെഡറിക് വിൻസ്ലോ ടൈലർ. അദ്ദേഹം 1856 മാർച്ച് 20 ജനിച്ചു. 1915 മാർച്ച് 21 മരിക്കുകയും ഉണ്ടായി. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്താണ്? ഒരു ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നിട്ട് കൂടി നമ്മുടെ മാനേജ്മെന്റിൽ തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്ക് ഉണ്ട്, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും അല്ലെ? പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഓക്കെ, അദ്ദേഹത്തെ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ വരാം അല്ലെ? 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരാം. ഹു ഇസ് ദ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? ആരാണ്? FW ടൈലർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ളതും കൂടി പഠിച്ചു വെക്കുക. എന്തായിരിക്കും സയന്റിഫിക് മാനേജ്മെന്റ്? സയന്റിഫിക് മാനേജ്മെന്റ് അവിടെ എന്തുണ്ട്? സയൻസും ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ എന്തായിരിക്കും? നമ്മൾ മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ മാനേജ്മെന്റില് സയന്റിഫിക്കലി അപ്രോച്ച് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ സയൻസിനെ നമ്മൾ മാനേജ്മെന്റ് പ്രാക്ടീസസിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെയാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇറ്റ് റെഫേഴ്സ് ടു ദി ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ടു മാനേജീരിയൽ പ്രാക്ടീസസ്. മാനേജീരിയൽ പ്രാക്ടീസസിൽ സയൻസിനെ കൊണ്ടുവരിക, അപ്ലൈ ചെയ്യുക എന്നതാണ്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് FW ടൈലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് എന്നതാണ്. ഫസ്റ്റ് വൺ എന്താണ്? സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താ അറിയണം? എന്താണ് റൂൾ ഓഫ് തമ്പ് എന്ന് അറിയണം. റൂൾ ഓഫ് തമ്പ് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഓൾഡ് കോൺസെപ്റ്റ്, ഓൾഡ് തോട്ടിനൊക്കെ ബേസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അതിന് റൂൾ ഓഫ് തമ്പ് എന്നാ പറയാ. അവിടെ സയന്റിഫിക്കലി ഒരു രീതിയിലുള്ള തെളിവും ഉണ്ടായിരിക്കില്ല, പ്രൂഫും ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ അങ്ങനെ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നതിനെ റൂൾ ഓഫ് തമ്പ് എന്ന് പറയാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കൈക്കോ അല്ലെങ്കിൽ കാലിനൊക്കെ പൊള്ളലേൽക്കുന്ന സമയത്ത് നമ്മുടെ അമ്മമാര് അല്ലെങ്കിൽ മുത്തശ്ശിമാർ എന്ത് പറയാറുണ്ട്? പേസ്റ്റ് യൂസ് ചെയ്താൽ മതി എന്ന് പറയാറുണ്ട്. അത് കറക്റ്റ് ആണോ? അല്ല. സയൻസ് പഠിക്കുന്ന നിങ്ങളുടെ ചങ്സിനോട് ചോദിച്ചാൽ മതി, അത് കറക്റ്റ് അല്ല അല്ലെ? അപ്പൊ അത്തരത്തില് നമ്മൾ എന്ത് ചെയ്യാണ്? അവരുടെ പഴയ അവരുടെ ഏതോ ഒരു എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇത്തരത്തില് പൊള്ളലേറ്റ സമയത്ത് പേസ്റ്റ് തേച്ചപ്പോ എന്തെങ്കിലും റിലീഫ് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ നമുക്ക് ആ ഒരു നോളജ് തരുന്നത് അല്ലെ? അവിടെ സയന്റിഫിക്കലി ഒരു രീതിയിലും പ്രൂഫ് ഇല്ല. പക്ഷെ നമ്മൾ ആ ഒരു പൊള്ളലേറ്റ സമയത്ത് ആ ഒരു കാര്യം ഡീൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടാണ്. ഇതുപോലെ ബിസിനസ് ഓർഗനൈസേഷനിലും നമ്മുടെ മാനേജേഴ്സ് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ, അവരുടെ എന്തെങ്കിലും അവരുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ, പാസ്റ്റ് നോളജിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതിനെയാണ് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മുടെ മാനേജേഴ്സിന്റെ പാസ്റ്റ് എക്സ്പീരിയൻസിന്റെയോ എക്സ്പെരിമെന്റ്സിന്റെയോ ഭാഗമായിട്ടല്ല ചെയ്യേണ്ടത്. ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തൊരു ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിലും അതിനെ സയന്റിഫിക്കലി അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പിലൂടെ ആര് പറയാൻ ശ്രമിക്കുന്നത്? FW ടൈലർ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ,
അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, റൂൾ ഓഫ് തമ്മിനെ മൊത്തമായിട്ട് ഒഴിവാക്കി ഏതൊരു കാര്യത്തിനെയും സയന്റിഫിക്കലി അപ്രോച്ച് ചെയ്യാം. ഓക്കെ, ക്ലിയർ? യെസ്. സെക്കൻഡ് വൺ എന്താണ്? ഹാർമണി നോട്ട് ഡിസ്കോർഡ്. നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ മാനേജേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എംപ്ലോയീസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെ, ഒരു കോയിന്റെ രണ്ട് തട്ടുകളാണെന്ന് പറയാൻ പറ്റും. രണ്ടും ഇല്ലെങ്കിൽ എന്ത് നടക്കില്ല, ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല. മാനേജേഴ്സും അത്യാവശ്യമാണ്, എംപ്ലോയീസും അത്യാവശ്യമാണ്. പക്ഷേ ഈ മാനേജേഴ്സും എംപ്ലോയീസും തമ്മിൽ എപ്പോഴും എന്തായിരിക്കും, വഴക്കുകളായിരിക്കും അല്ലെ, ഏത് നേരം ഡിഷും ആയിരിക്കും. അപ്പൊ ഇത്തരത്തില് അവർ തമ്മിൽ എന്താണ്, വഴക്കുകളല്ല വേണ്ടത്, പകരം എന്താണ്, ഹാർമണിയസ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ബന്ധമാണ് വേണ്ടത് എന്നതാണ് ടൈലർ പറയുന്നത്. ഓക്കെ, ഡിസ്കോർഡ്, വഴക്കുകൾ ഒഴിവാക്കി അവിടെ വളരെ നല്ലൊരു ബന്ധം, റിലേഷൻ ആണ് വേണ്ടത്. അപ്പൊ അത്തരത്തില് മാനേജേഴ്സ് ഇല്ലാതെ എംപ്ലോയീസ് ഇല്ല, എംപ്ലോയീസ് ഇല്ലാതെ മാനേജ്മെന്റ് ഇല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ തിങ്കിങ്ങിലുള്ള ട്രാൻസ്ഫോർമേഷൻ നടത്തിക്കൊണ്ട് വേണം ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ എന്നതാണ് ടൈലർ പറയുന്നത്. ഇതിനെ നമ്മൾ എന്ത് പറയും, മെന്റൽ റെവല്യൂഷൻ. അപ്പൊ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് മെന്റൽ റെവല്യൂഷൻ ചോദിക്കാറുണ്ട്. എന്താണ് മെന്റൽ റെവല്യൂഷൻ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്, മാനേജേഴ്സും എംപ്ലോയീസും അവരുടെ പരസ്പരം ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് ബിസിനസ് ഓർഗനൈസേഷനിലെ നല്ല ഹാർമണി ആയിട്ട് നല്ല വഴക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വർക്ക് ചെയ്യുക. അവരുടെ തിങ്കിങ്ങിലുള്ള ട്രാൻസ്ഫോർമേഷനെ നമുക്ക് മെന്റൽ റെവല്യൂഷൻ എന്ന് പറയാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് അവര് പരസ്പരം ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക? മാനേജേഴ്സ് എന്ത് ചെയ്യുക, നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എംപ്ലോയീസുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എംപ്ലോയീസ് എന്ത് വിചാരിക്കും, ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട അല്ലെ, നമ്മുടെ ഓർഗനൈസേഷൻ ആണ് എന്നുള്ള ഒരു തോട്ട് അവർക്ക് വരും. അവരെന്നിട്ട് എന്ത് ചെയ്യും, നല്ല കമ്മിറ്റ്മെന്റോട് കൂടി നല്ല ഹാർഡ് വർക്കിംഗ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അതെന്താണ്, മാനേജേഴ്സിനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എംപ്ലോയീസിനെ സംബന്ധിച്ച് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിസിനസ് ഓർഗനൈസേഷന് ഗ്രോത്ത് ഉണ്ടാവാൻ, ഡെവലപ്മെന്റ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ ഹാർമണി നോട്ട് ഡിസ്കോർഡ് കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ എന്താണ്, കോർപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. നേരത്തെ നമ്മൾ പറഞ്ഞ ഹാർമണി നോട്ട് ഡിസ്കോർഡിന്റെ ഒരു എക്സ്റ്റൻഷൻ ഫോം ഓഫ് പ്രിൻസിപ്പിൾ ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് ഒരുപാട് സ്വന്തമായിട്ടുള്ള കോൺസെപ്റ്റുകൾ ഉണ്ടാവും അല്ലെ, സ്വന്തമായിട്ടുള്ള ഡെവലപ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുണ്ടാവും, ഒരുപാട് സ്വന്തം കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വരുന്ന സമയത്ത് സ്വന്തം നേട്ടങ്ങളെക്കാൾ ബിസിനസ് ഓർഗനൈസേഷന്റെ നേട്ടത്തിന് വേണ്ടി വളരെ കോപ്പറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നാണ് കോർപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം കൊണ്ട് ടൈലർ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ എംപ്ലോയീസ് എപ്പോഴും ബിസിനസ് ഓർഗനൈസേഷനോട് വളരെ കമ്മിറ്റ്മെന്റോട് കൂടിയും വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടും വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാനേജേഴ്സ് എന്ത് ചെയ്യുക, എംപ്ലോയീസിന്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് വർക്ക് ചെയ്യുക. ഇതാണ് കോർപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്, ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് കോമ്പിറ്റൻസി. കേൾക്കുന്ന സമയത്ത് അയ്യോ വലിയ പോയിന്റ്, എങ്ങനെ പഠിക്കും? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. എന്താണ്, ബിസിനസ് ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റ് അവിടുത്തെ എംപ്ലോയീസിന്റെ കോമ്പിറ്റൻസിയുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അതായത് എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷൻ അതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ അല്ലെ. സോ ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സയന്റിഫിക് മാനേജ്മെന്റ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വർക്കേഴ്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് സയന്റിഫിക് മാനേജ്മെന്റിലെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയേഴ്സിലൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള, നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ എന്ന് അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒരു പാർട്ടാണ് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പാർട്ടിൽ നിന്ന് 4 മാർക്ക് മുതൽ 7 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൽ കുറവുള്ള 1 മാർക്ക് മുതൽ അങ്ങ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്ന ഒരു പാർട്ടാണ്, അതായത് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? എന്താണ് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അതായത് സയന്റിഫിക് മാനേജ്മെന്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മെത്തേഡ്സിനെ നമുക്ക് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയാൻ പറ്റും. സോ നമുക്കറിയാം, നമുക്ക് തന്നെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് അല്ലെ. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്തു തീർക്കണമെങ്കിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള സയന്റിഫിക് മാനേജ്മെന്റിൽ അല്ലെങ്കിൽ മാനേജ്മെന്റിൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്
ടൈലർ തന്റെ കരിയറിന്റെ സമയത്ത് കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഫങ്ഷണൽ ഫോമാൻഷിപ്പ് എന്ന് പറയുന്നത്. എന്താണ് ഫങ്ഷണൽ ഫോമാൻഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും അല്ലെ. ഈ എംപ്ലോയീസിനൊക്കെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സും ഡിഫറെന്റ് നേച്ചറും ആയിരിക്കും. എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കുമോ? അല്ല, വളരെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള എംപ്ലോയീസിനെ ഡീല് ചെയ്യണമെങ്കിൽ അവിടെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് ഓർ ഫോർമാൻസ് അത്യാവശ്യമാണ് അല്ലെ. അവർക്ക് നല്ല രീതിയിലുള്ള എന്താവശ്യമാണ്? ഒരുപാട് ഇന്റലിജൻസ്, ഒരുപാട് കഴിവുകൾ, എബിലിറ്റീസ് ആവശ്യമാണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്രയും എംപ്ലോയീസിനെ ഡീൽ ചെയ്യാൻ ഒരു ഫോർമാനെ കൊണ്ട് സാധിക്കുമോ? ഇല്ല അല്ലെ. ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഡീൽ ചെയ്യണമെങ്കിൽ അവിടെ ഒരു സൂപ്പർവൈസർ കൊണ്ടോ ഒരു ഫോർമാൻ കൊണ്ടോ സാധിക്കില്ല. കാരണം എന്താണ്? നമുക്കറിയാം ഡൈവേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഡീൽ ചെയ്യണമെങ്കിൽ ഒരുപാട് എബിലിറ്റീസ് ആവശ്യമാണ്. ഇന്റലിജൻസ്, എഡ്യൂക്കേഷൻ, ടാക്ട്, ജഡ്ജ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് എബിലിറ്റീസ് ആവശ്യമാണ്. ഈ എല്ലാ എബിലിറ്റീസും ഉള്ള ഒരാളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കഷ്ടപ്പാടൊന്നും അല്ല അല്ലെ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈലർ എന്ത് തീരുമാനിച്ചു? നമ്മുടെ മൊത്തമായിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷനിലെ മൊത്തമായിട്ടുള്ള വർക്കുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഓർ പ്ലാനിങ് ആൻഡ് പ്രൊഡക്ഷൻ. എന്നിട്ട് രണ്ട് ഡിപ്പാർട്ട്മെന്റിലും 4 ഫോർമാൻസിനെ വെച്ച് 8 ഫോർമാൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഈ ഒരു ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു എംപ്ലോയിക്ക് 8 ഫോർമാൻസിനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നോക്കിക്കേ, ഇതാണ് എംപ്ലോയി അല്ലെങ്കിൽ വർക്കർ. ഈ വർക്കർ 8 ഫോർമാൻസിനെയാണ് 2 ഡിപ്പാർട്ട്മെന്റിലുമായിട്ട് ഡീൽ ചെയ്യുന്നത്. ആരൊക്കെയാണ്? സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ, അതുപോലെ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോക്കി വെക്കുക. നിങ്ങൾക്ക് ചിലപ്പം ഇത് വരച്ചുകൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, യെസ്. ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ. എന്താണ് സ്റ്റാൻഡേർഡൈസേഷൻ? പേര് സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ. ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് ഓപ്പറേഷൻസ് നടക്കും. ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും, ഒരുപാട് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് മറ്റ് റിസോഴ്സസുകൾ ഉണ്ടായിരിക്കും. ഇതിനൊക്കെ ഒരു സർട്ടൻ സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. സെറ്റിംഗ് അപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇൻ എവറി phases of ബിസിനസ് ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സെറ്റപ്പ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? റെഡ്യൂസ് സ്പോയിലേജ് ആൻഡ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ അല്ലെ. സർട്ടൻ സ്റ്റാൻഡേർഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ വേസ്റ്റേജസ് ഉണ്ടാക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് വർക്ക്, ഡിമിനിഷിംഗ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ. വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ സ്പോയിലേജ് അവിടെ നടക്കുന്നില്ല അല്ലെങ്കിൽ മെറ്റീരിയൽ വേസ്റ്റേജ് അവിടെ നടക്കുന്നില്ല എങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. യെസ്, അതുപോലെ തന്നെ റെഡ്യൂസ് ഫാറ്റീഗ് ഓഫ് വർക്കേഴ്സിനും ഒരു സർട്ടൻ സ്റ്റാൻഡേർഡ് അവിടെ ഫിക്സ് ചെയ്യുമ്പോൾ അവരുടെ ക്ഷീണം കുറയാനും അല്ലെങ്കിൽ അവർക്ക് സ്റ്റാൻഡേർഡ് കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? സിംപ്ലിഫിക്കേഷൻ ആണ്. എന്താണ് സിംപ്ലിഫിക്കേഷൻ? എന്തായിരിക്കും? നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാസ്റ്റ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഡിഫറെന്റ് സൈസിൽ, ഡിഫറെന്റ് സ്റ്റൈലിൽ, ഡിഫറെന്റ് ഡയമെൻഷൻസിൽ, ഡിഫറെന്റ് വെറൈറ്റീസിലൊക്കെ അവൈലബിൾ ആണ്. ഇത്തരത്തിൽ ഒരുപാട് ഡയമെൻഷൻസിലുള്ള പ്രൊഡക്റ്റുകൾക്ക് പകരം അതൊക്കെ ഒഴിവാക്കി ഒരു പ്രൊഡക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെയാണ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. എലിമിനേഷൻ ഓഫ് സൂപ്പർഫ്ലൂസ് സൈസ്, വെറൈറ്റീസ് ആൻഡ് ഡയമെൻഷൻസ്. ഒരുപാട് സൈസിലുള്ള പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കാതെ അല്ലെങ്കിൽ ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കാതെ ഒരു പ്രൊഡക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയാം. ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്? എലിമിനേറ്റ് അൺനെസസറി ഡൈവേഴ്സിറ്റി ഓഫ് പ്രൊഡക്ട്സ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് സെക്കൻഡ് ടെക്നിക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. കുറച്ച് വർക്ക് സ്റ്റഡികളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? മെത്തേഡ് സ്റ്റഡിയാണ്. നമുക്കറിയാം, നമുക്കിപ്പം ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വേസ് ഉണ്ടായിരിക്കും, ഒരുപാട് വഴികൾ ഉണ്ടായിരിക്കും. അതിനെയാണ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഏറ്റവും
ഈസി ആയിട്ടുള്ള അല്ലെ, നമ്മൾ മടിയന്മാരാണ്, അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴിയായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ചൂസ് ചെയ്യുന്നതിനെയാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് മെത്തേഡ് സ്റ്റഡി ടു ഫൈൻഡ് ഔട്ട് വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ ജോബ്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? മോഷൻ സ്റ്റഡി. എന്താണ് മോഷൻ? മൂവ്മെന്റ്സ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ടായിരിക്കും. അതിൽ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ടായിരിക്കും, അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ടായിരിക്കും. ചിലത് എന്താണ്, പെട്ടെന്ന് സംഭവിക്കുന്ന മൂവ്മെന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. ഈ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സിനെ ഒക്കെ ഒഴിവാക്കി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് മൂവ്മെന്റ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് മോഷൻ സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തേർഡ് വൺ എന്താണ്? ടൈം സ്റ്റഡി ആണ്. യെസ്, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കും, ഒരുപാട് ആക്ടിവിറ്റീസ്, ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും, ടാസ്കുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ ഓരോ ടാസ്കും ചെയ്ത് തീർക്കുന്നതിന് എത്ര ടൈം ആവശ്യമാണ് എന്ന് കണ്ടുപിടിക്കുകയാണ് ടൈം സ്റ്റഡിയിലൂടെ ചെയ്യുന്നത്. ലാസ്റ്റ് വൺ എന്താണ്? ഫാറ്റീഗ് സ്റ്റഡി. നമുക്കറിയാം, ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്കേഴ്സ് പണിയെടുക്കുന്ന സമയത്ത് സ്വാഭാവികമാണ് അവർക്ക് എന്തുണ്ടാകും? യെസ്, ക്ഷീണം ഉണ്ടാവും അല്ലെ. അപ്പൊ അവരുടെ ക്ഷീണത്തിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ഫാറ്റീഗ് സ്റ്റഡി. അതായത് ഓരോ വർക്ക് കഴിയും തോറും അവർക്ക് എത്ര റെസ്റ്റ് ഇന്റർവെൽ കൊടുക്കണം എന്ന് ഡിറ്റർമൈൻ ചെയ്യാണ് ഫാറ്റീഗ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഓരോ പീരീഡ് കഴിയുന്ന സമയത്ത് ഇത്ര റെസ്റ്റ് തരണം എന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ എന്താണ്, റെസ്റ്റ് തന്നില്ലെങ്കിൽ എന്താണ്, നിങ്ങളുടെ തലയിലേക്ക് ഒന്നും കയറില്ല. അപ്പൊ അത്തരത്തില് ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്താണ്? മനുഷ്യന്മാരാണ്. അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. അവർക്ക് എന്ത് വേണം? റെസ്റ്റ് ആവശ്യമാണ്. എന്നാൽ മാത്രമേ അവർക്ക് വീണ്ടും പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഫാറ്റീഗ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഇത്രയുമാണ് വർക്ക് സ്റ്റഡി. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം ആണ്. എന്താണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അവരുടെയൊക്കെ എഫിഷ്യൻസി ഡിഫറെന്റ് ആയിരിക്കും. നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടാവും, അത്ര എഫിഷ്യന്റ് അല്ലാത്ത വർക്കേഴ്സ് ഉണ്ടാവും, തീരെ എഫിഷ്യന്റ് അല്ലാത്ത വർക്കേഴ്സ് ഉണ്ടാവും. അപ്പൊ അവരുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് വേണം അവർക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടത്. അവർക്ക് വേജസ് ആയിക്കോട്ടെ, സാലറി ആയിക്കോട്ടെ, അത് കൊടുക്കേണ്ടത് എന്നതാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. പേര് സൂചിപ്പിക്കുന്നുണ്ട്, ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. ഓരോ എംപ്ലോയീസിനും അവരുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് പേയ്മെന്റ് കൊടുക്കുക. ഓക്കെ, ഇത്രയുമാണ് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇത്രയുമാണ് നമുക്ക് സയന്റിഫിക് മാനേജ്മെന്റിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ്, ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ജനറൽ മാനേജ്മെന്റ്. നമ്മുടെ ടൈലർ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ആയിട്ടാണ് അറിയപ്പെടുന്നതെങ്കിൽ FW ടൈലർ ആരാണ്? ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ 2 മാർക്ക്, 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. യെസ്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ്? 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ഡിവിഷൻ ഓഫ് ലേബർ. എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വർക്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ടാസ്ക് ഓർ ജോബ്സ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഒരുപാട് വർക്കുകൾ ഉണ്ടാവും. അതിനെ കുഞ്ഞു കുഞ്ഞു ടാസ്കുകളാക്കി, ജോബുകളാക്കി മാറ്റുന്നതിനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബർ വഴി എന്താണ് സാധ്യമാവുന്നത്? സ്പെഷ്യലൈസേഷൻ. അതായത് ഒരു ജോബ് ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ടാസ്കുകളാക്കി കൊടുക്കുമ്പോൾ ആ ടാസ്കിലേക്ക് ഓരോ എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ അസൈൻ ചെയ്ത് കൊടുത്താൽ അവർ ആ ജോലി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് അവിടെ സ്പെഷ്യലൈസേഷൻ സംഭവിക്കും. അതുപോലെ തന്നെ ഒരു ജോലി തന്നെ ഒരുപാട് ആൾക്കാർ കൂടി ചെയ്യുന്നതിന് പകരം ടാസ്കുകളാക്കി മാറ്റുമ്പോൾ അവിടെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എഫേർട്ട് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എംപ്ലോയീസിന് ആ ഒരു ടാസ്ക് ചെയ്യുന്നതിനുള്ള അക്യുറസി, എഫിഷ്യൻസി ഒക്കെ കൂട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമുക്കറിയാം, ബിസിനസ് ഓർഗനൈസേഷനിൽ മാനേജേഴ്സും ഉണ്ട്, എംപ്ലോയീസും ഉണ്ട്. അപ്പം സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള കുറച്ച്, അതായത് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലെ സുപ്പീരിയേഴ്സിന് സബോർഡിനേറ്റ്സിനോട് ഓർഡർ കൊടുക്കാനുള്ള ആ ഒരു എബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? അതോറിറ്റി എന്ന് പറയുന്നത്. ദ റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ടു സബോർഡിനേറ്റ്സ്. അപ്പൊ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും? അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ. നമ്മുടെ സുപ്പീരിയേഴ്സ് എന്തെങ്കിലും ഓർഡേഴ്സ് തന്നു കഴിഞ്ഞാൽ അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം സബോർഡിനേറ്റ്സിനുണ്ട്. ദ ഡ്യൂട്ടി ഇൻ വിച്ച് ദ സബോർഡിനേറ്റ്സ് ആർ എക്സ്പെക്ടഡ് ടു പെർഫോം അല്ലെ. അതിനെ നമുക്ക് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയാൻ പറ്റും.
അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ഒന്ന് അതോറിറ്റി ഉണ്ടെങ്കിൽ അവിടെ റെസ്പോൺസിബിലിറ്റി ആവശ്യമാണ്, റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ അതോറിറ്റി ആവശ്യമാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓർഡേഴ്സ് കൊടുക്കാനുള്ള സുപ്പീരിയേഴ്സിന് എന്തുണ്ട്, അതോറിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ ആ അതോറിറ്റി ഫുൾഫിൽ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും ആ സുപ്പീരിയേഴ്സിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുപ്പീരിയേഴ്സിന്റെ അടുത്ത് നിന്ന് അതോറിറ്റി ഓർഡേഴ്സ് എടുക്കാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്, നമ്മുടെ എംപ്ലോയീസിനുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി തീർക്കാനുള്ള അതോറിറ്റിയും ആർക്കുണ്ട്, നമ്മുടെ എംപ്ലോയീസിനുണ്ട്. സോ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു നാണയത്തിന്റെ രണ്ട് തട്ടുകളാണ്. ഓക്കെ, അതോറിറ്റി ഉണ്ടെങ്കിൽ അവിടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അതോറിറ്റി ഫുൾഫിൽ ആവുള്ളൂ. റെസ്പോൺസിബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാനുള്ള അതോറിറ്റിയും എംപ്ലോയീസിന് കിട്ടണം. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ എന്താണ്, ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാലേ. നിങ്ങളുടെ സ്കൂളിൽ ആവശ്യമാണ്, ഒരു വർക്കിംഗ് എൻവയറമെന്റിൽ ആവശ്യമാണ്, എല്ലായിടത്തും ഡിസിപ്ലിൻ ആവശ്യമാണ്. അപ്പൊ എന്താണ് ഡിസിപ്ലിൻ? ഗെറ്റിംഗ് ഒബീഡിയൻസ് ടു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മുടെ എംപ്ലോയീസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നല്ല ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിട്ട് മാറുള്ളൂ. ഡിസിപ്ലിൻ ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അതായത് ഒരു ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഡിസിപ്ലിൻ നയിക്കുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായാൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷന് ഗ്രോത്ത് ഉണ്ടാവൂ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയല്ല. എന്നിരുന്നാലും ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പഞ്ച് ചെയ്യുക, കറക്റ്റ് ടൈമിന് പങ്ക്ച്വാലിറ്റി, അതുപോലെ തന്നെ എന്താണ്, നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് ഒക്കെ ഒഴിവാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകണമെങ്കിൽ അവിടെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ലീവിന്റെ കാര്യം ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷന് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ബിസിനസ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസിനെ ഡീൽ ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവുന്ന സമയത്ത് അവിടെ കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഇപ്പൊ നോക്കിക്കേ, മിസ് ഇപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ മിസ്സിന്റെ ഒരു ബോസ് വന്നിട്ട് പറയാണ്, ഈ ഒരു ജോലിയാണ് ഇന്ന് തീർക്കേണ്ടത്. അപ്പൊ മിസ് എന്ത് ചെയ്യാണ്, കഷ്ടപ്പെട്ട ആ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ ബോസ് വന്നിട്ട് പറയാണ്, ഈ ജോലി എല്ലാം ഇപ്പൊ എടുക്കേണ്ടത് വേറൊരു ജോലി തരികയാണ്, അസൈൻ ചെയ്ത് തരികയാണ്. അപ്പൊ എനിക്ക് അവിടെ കൺഫ്യൂഷൻസ് വരും അല്ലെ. ഇതിൽ ഏതാണ് ഇപ്പൊ ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ്, കൂടുതൽ പ്രഷർ, മെന്റൽ പ്രഷർ, ഫിസിക്കൽ പ്രഷർ ഒക്കെ വരാനായിട്ട് തുടങ്ങും, സ്ട്രെസ് വരാനായിട്ട് തുടങ്ങും അല്ലെ. അപ്പൊ അത്തരത്തിൽ ആ ഒരു കണ്ടീഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ FW ടൈലർ അല്ല, ആരാണ്, ഹെൻറി ഫയോൾ അല്ലെ. ഹെൻറി ഫയോൾ എന്താ പറയുന്നത്, അതായത് ബിസിനസ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന്, ഒരു എംപ്ലോയിക്ക് ഒരു ബോസ്, വൺ ബോസ് ഫോർ എവറി എംപ്ലോയി എന്നാണ് പറയുന്നത്. ദ എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡർ ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, വൺ ബോസ് ഫോർ എവറി എംപ്ലോയി അല്ലെ. എല്ലാ എംപ്ലോയീസിനും ഒരു ബോസ് മാത്രം. എന്നാൽ മാത്രമേ അവിടെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, സ്ട്രെസ്, പ്രഷർ, ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. യൂണിറ്റി ഓഫ് കമാൻഡ്, കമാൻഡ് കൊടുക്കാൻ, ഓർഡർ കൊടുക്കാൻ അവിടെ ഒരാളെ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. എന്തായിരിക്കും അപ്പൊ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ? നമുക്കറിയാം, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ഒബ്ജക്റ്റീവ്, മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് ചെറിയ 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 ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാവും. ആ ഓരോ ആക്ടിവിറ്റീസിനും ഓരോ ഒബ്ജക്റ്റീവ്സ് വീതം ഉണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിൽ ഒരു ഒബ്ജക്റ്റീവിന്റെ കീഴിൽ നടക്കുന്ന ആക്ടിവിറ്റിക്ക് എന്ത് വേണം, ഒരു ഹെഡും ഒരു പ്ലാനും വേണം. അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. ഇപ്പൊ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ കാറും ഉണ്ടാക്കുന്നുണ്ട്, ബൈക്കും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ മൊത്തമായിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പൊ കാർ ഉണ്ടാക്കുന്ന ആ ഒരു ആക്ടിവിറ്റീസ് നടക്കുന്നിടത്ത് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ബൈക്ക് ഉണ്ടാക്കുന്നിടത്ത് മറ്റൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അപ്പൊ ആ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ ഒരു ഹെഡും വേണം, ഒരു പ്ലാനും വേണം. അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഇൻ ടു ജനറൽ ഇൻട്രസ്റ്റ്. ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് വരുന്ന ഓരോ എംപ്ലോയീസിനും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ മിസ് ഇപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, രാത്രി പോയി കഴിഞ്ഞാൽ മന്തി കഴിക്കണോ, രാത്രി പോയി കഴിഞ്ഞാൽ സിനിമയ്ക്ക് പോകണോ, അങ്ങനെ കുറെ എന്താണ്, ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, മിസ് ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ഇപ്പൊ ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എംപ്ലോയീസ് സ്വന്തം ഇൻട്രസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ജനറൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻട്രസ്റ്റിന് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഇൻ ടു ജനറൽ ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
യെസ്, നെക്സ്റ്റ് വൺ എന്താണ്? റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. നമുക്കറിയാം ഏതൊരു എംപ്ലോയിയും ഇപ്പൊ ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നല്ല കമ്മിറ്റ്മെന്റോട് കൂടി വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലും അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സാലറി ആയിരിക്കും, അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അത്തരത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസിന്റെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഇക്വിറ്റബിൾ ആയിരിക്കണം, ഫെയർ ആയിരിക്കണം. അപ്പം ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ പേയിങ് കപ്പാസിറ്റിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ എംപ്ലോയിക്ക് കിട്ടേണ്ട ഏറ്റവും നല്ല ഫെയർ ആയിട്ടുള്ള എന്തായിരിക്കണം? സാലറി ആയിരിക്കണം, അല്ലെങ്കിൽ വേജസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുകയാണ്, എനിക്ക് 10 ലക്ഷം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ പേയിങ് കപ്പാസിറ്റി അതിൽ കുറവാണെങ്കിൽ 10 ലക്ഷം വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. രണ്ട് രീതിയിലും ഫെയർ ആയിരിക്കണം എന്നതാണ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷനിൽ സുപ്പീരിയേഴ്സ് ഉണ്ട്, സബോർഡിനേറ്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ബിസിനസ് ഓർഗനൈസേഷനിൽ ഡിസിഷൻസ് എടുക്കാനുള്ള എല്ലാ റൈറ്റ്സും നമ്മുടെ സുപ്പീരിയേഴ്സിന് മാത്രമാണെങ്കിൽ അതിനെ നമ്മൾ സെൻട്രലൈസേഷൻ എന്നാ പറയുന്നത്. അപ്പൊ ഡീസെൻട്രലൈസേഷൻ എന്തായിരിക്കും? ഈ ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് സുപ്പീരിയേഴ്സിൽ നിന്ന് സബോർഡിനേറ്റ്സിലേക്ക് ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് ഡീസെൻട്രലൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ബിസിനസ് ഓർഗനൈസേഷനിൽ സെൻട്രലൈസേഷൻ അതുപോലെ തന്നെ ഡീസെൻട്രലൈസേഷൻ എന്ന കോൺസെപ്റ്റ് മൊത്തമായിട്ട് കൊണ്ടുവരുന്നില്ല. എന്തുകൊണ്ടാ? സെൻട്രലൈസേഷൻ മൊത്തമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡിസിഷൻസ് എടുക്കാനുള്ള തീരുമാനം സുപ്പീരിയേഴ്സിന് മാത്രമാണ് എന്ന് കാണുന്ന സമയത്ത് അത് എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഡിസിഷൻ എടുക്കാനുള്ള തീരുമാനം ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് താഴെ വരെ പോവുകയാണെങ്കിലും അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻ ഫുള്ളി സെൻട്രലൈസ്ഡ് ആണ്, ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ എന്താണ്? സ്കെലാർ ചെയിൻ. എന്താണ് സ്കെലാർ ചെയിൻ? നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷനിൽ ഓരോ എംപ്ലോയീസും ഓരോ പൊസിഷൻ ആയിരിക്കും അല്ലെ. അവരുടെ ജോബ് പൊസിഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഇതുപോലെ ആയിരിക്കും. അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും ഏകദേശം എന്ന് പറയാൻ പറ്റും. എ എന്ന് പറയുന്നത് എന്താണ്? അൾട്ടിമേറ്റ് ബോസ് ആയിരിക്കും, ഏറ്റവും വലിയ ബോസ് ആയിരിക്കും, CEO, MD ആ ഒരു പോസ്റ്റ് ആയിരിക്കും. താഴോട്ട് വരുംതോറും ഓരോ എംപ്ലോയീസിന്റെയും എന്താണ്? പൊസിഷൻ ലെവൽ മാറിക്കൊണ്ടിരിക്കും അല്ലെ. ഈ G എന്ന് പറയുന്ന അതുപോലെ തന്നെ Q എന്ന് പറയുന്ന എംപ്ലോയി ആയിരിക്കും ഏറ്റവും താഴെ തട്ടിലുള്ള എംപ്ലോയി എന്ന് പറയുന്നത്. അപ്പൊ ഈ Q എന്ന് പറയുന്ന എംപ്ലോയിക്ക് A എന്ന് പറയുന്ന എംപ്ലോയി ആയിട്ട് നേരിട്ട് എന്ത് നടത്താൻ പറ്റില്ല? കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റില്ല. ഓക്കെ, ഓരോ എംപ്ലോയീസിന്റെയും അത്തരത്തിലുള്ള ജോബ് പൊസിഷൻസിനനുസരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണ് സ്കെലാർ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്കെലാർ ചെയിൻ റെഫേഴ്സ് ടു ദി ചെയിൻ ഓഫ് സുപ്പീരിയർ റാങ്കിങ് ഫ്രം ദ അൾട്ടിമേറ്റ് അതോറിറ്റി. യെസ്, A എന്ന് പറയുന്ന അൾട്ടിമേറ്റ് അതോറിറ്റിയിൽ നിന്ന് ടു ദ ലോവസ്റ്റ് ലെവൽ ഇൻ ദി കൺസേൺ, പിന്നെ താഴോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് പറയുന്നത്. ഇവിടെ എന്താണ്? സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇത്തരത്തിലുള്ള ഏറ്റവും മുകളിലുള്ള സുപ്പീരിയർ ആയിട്ടുള്ള എംപ്ലോയി ആയിരിക്കും ഏറ്റവും മുകളിൽ ഉണ്ടാവുക. എന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കൂ, എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്ക് നടക്കൂ, എഫിഷ്യന്റ് ആയിട്ടുള്ള കമാൻഡിങ് നടക്കൂ, ബിസിനസ് ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പൊ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, ക്യൂക്ക് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? പിയോട് ചെയ്യണം, പിന്നെ ഓയോട്, അങ്ങനെയാണ് മുകളോട്ട് പോകുന്നത്. അപ്പൊ എമർജൻസി സിറ്റുവേഷനിൽ ഇങ്ങനെ പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ആ സിറ്റുവേഷനിലാണ് ഗ്യാങ് പ്ലാങ് എന്ന പുതിയൊരു ആശയമായിട്ട് ആര് വരുന്നത്? നമ്മുടെ ഹെൻറി ഫയോൾ വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് പിക്ക് നേരിട്ട് എഫിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുവരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇതാണ് സ്കെലാർ ചെയിൻ ആൻഡ് ഗ്യാങ് പ്ലാങ്. ക്വസ്റ്റ്യൻ വരാം, ഗ്യാങ് പ്ലാങ്ക് വിശദീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിത്രം വരച്ചുകൊണ്ട് വിശദീകരിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ എന്താണ്? ഓർഡർ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള സുപ്പീരിയേഴ്സിന്റെ കമാൻഡിങ് പവറിനെയാണ് ഓർഡർ എന്ന് പറയുന്നത്? അല്ല. നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, ഒരുപാട് മെഷീൻസ്, അതർ എക്യുപ്മെന്റ്സ്, അതർ റിസോഴ്സസ് ഉണ്ട്. ഇതിനെയൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണ് ഓർഡർ എന്ന് പറയുന്നത്. അറേഞ്ച്മെന്റ് ഓഫ് തിങ്സ് ആൻഡ് പേഴ്സൺസ് ഇൻ ദി പ്രോപ്പർ പ്ലേസ്. അതായത് ഓരോ എംപ്ലോയീസിന് എന്താണ്? നമുക്ക് ബിസിനസ് ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം ഓഫീസ് വർക്ക് ഒക്കെ ആണെങ്കിൽ അവർക്കുള്ള ക്യാബിൻ അല്ലെങ്കിൽ അവർക്കുള്ള ചെയർ, ടേബിൾ ഒക്കെ സെറ്റ് ആയിരിക്കും. അവർ അവിടെ ഇരുന്നിട്ടായിരിക്കും ജോലി എടുക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ വേറൊരു മാനുഫാക്ചറിങ് കൺസേൺസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഓരോ എംപ്ലോയീസും എവിടെ നിന്നാണോ വർക്ക് ചെയ്യേണ്ടത് അതിനുള്ള പ്രോപ്പർ പ്ലേസ് ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾക്കും, ഓരോ മെഷീൻസ് ആയിക്കോട്ടെ, എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, ടൂൾസ് ആയിക്കോട്ടെ, എന്ത് റിസോഴ്സസ് ആയിക്കോട്ടെ, അതിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി ഉണ്ടായിരിക്കും. ഇതിനെയാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓർഡർ കൊണ്ടുള്ള ഗുണം എന്താ?
നമുക്കറിയാം ഇപ്പൊ മാനേജർ എവിടെയാണ് ഇരിക്കുന്നത്, ഏതാണ് ക്യാബിൻ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം വേസ്റ്റ് ആക്കാതെ തന്നെ മാനേജറിന്റെ അടുത്ത് കാണാൻ പോകണമെങ്കിൽ പോകാൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മെഷീൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ പോയിട്ട് നമുക്ക് ടൈം വേസ്റ്റേജ് ഇല്ലാതെ എഫേർട്ട്ലെസ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഇല്ലെങ്കിൽ ഇത് എവിടെയാണ് ഇരിക്കുന്നത്, ഇയാൾ എവിടെയാണ് ഇരിക്കുന്നത് നമ്മൾ തേടി പിടിച്ചു പോകേണ്ട ആവശ്യം വരും അല്ലെ. അതാണ് ഓർഡർ കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇക്വിറ്റി. എന്താണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും. ആ എംപ്ലോയീസിനെയൊക്കെ നല്ല ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതായത് നമുക്കറിയാം ചില ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ മാനേജേഴ്സിന് എന്തുണ്ടാവും, പാർഷ്യാലിറ്റി ഉണ്ടാവും. ചില ആൾക്കാരോട് മാത്രം കുറച്ച് സ്നേഹം അല്ലെങ്കിൽ അവർക്ക് കുറച്ച് കൺസിഡറേഷൻ കൊടുക്കും. എന്നാൽ ചില എംപ്ലോയീസിനോട് എന്താണ്, അവരോട് കുറച്ച് ദേഷ്യം അല്ലെങ്കിൽ അവർക്ക് ഒരു രീതിയിലുള്ള കൺസിഡറേഷൻ കൊടുക്കാതിരിക്കും അല്ലെ. ഒരേ ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരേ രീതിയിലുള്ള എന്താണ് റെമ്യൂണറേഷൻ കൊടുക്കാതിരിക്കാം, ട്രീറ്റ്മെന്റ് കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. ഫേവറേറ്റിസം, നെപ്പോട്ടിസം ഇതൊക്കെ മാക്സിമം ഒഴിവാക്കണം. അതാണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രയൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞാലും എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും ചെറുതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് എന്ത്, ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ FW ടൈലർ എപ്പോഴും അദ്ദേഹത്തെയാണ് ഓർമ്മ വരുന്നത് അല്ലെ. അപ്പൊ ഹെൻറി ഫയോൾ എന്താ പറഞ്ഞേ, ഇത്തരത്തിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്, മിസ്സിന് വരെ തെറ്റുന്നുണ്ട്, അപ്പൊ നിങ്ങൾ മിസ്സിന് വരെ തെറ്റിയ കാര്യമാണ്, ഇനി നിങ്ങൾക്ക് തെറ്റരുത്. ആരാ പറഞ്ഞിട്ടുള്ളത്? ഹെൻറി ഫയോൾ ആണ്. ഹെൻറി ഫയോൾ പറഞ്ഞിട്ടുണ്ട് ബിസിനസ് ഓർഗനൈസേഷനിൽ ഇത്തരത്തിലുള്ള ഫേവറേറ്റിസം, നെപ്പോട്ടിസം ഒന്നും പറ്റില്ല. ഫേവറേറ്റിസം ഒന്നും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇക്വിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, യെസ്, പാർഷ്യാലിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. നെക്സ്റ്റ് വൺ എന്താണ്, സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല ബിസിനസ് ഓർഗനൈസേഷനിലും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യമാണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുന്ന സമയത്ത് ആ എംപ്ലോയി എന്താണ്, അവിടെ പുതിയ ഒരാളാണ് അല്ലെ. അപ്പൊ പുതിയ കാര്യങ്ങളെ പറ്റി പഠിച്ചു വരാനും അതുപോലെ തന്നെ പുതിയ ആൾക്കാരുമായിട്ടൊക്കെ സിങ്ക് ആയി വരാനും എന്തായാലും ടൈം എടുക്കും. മനുഷ്യരാണ്. ചില ആൾക്കാർ എന്താണ് പെട്ടെന്ന് സെറ്റ് ആവും, ചില ആൾക്കാർ എന്താണ് അത്ര പെട്ടെന്ന് സെറ്റ് ആവില്ല. അപ്പൊ അത്തരത്തില് ഈ പുതിയ വരുന്ന എംപ്ലോയീസിനെ പെട്ടെന്ന് പിരിച്ചു വിടാതിരിക്കുക. പല ബിസിനസ് ഓർഗനൈസേഷനും എത്തിക്സ് ഇല്ലാതെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പിരിച്ചുവിടുന്നത് നടക്കുന്നുണ്ട്, ടെർമിനേഷൻസ് നടക്കുന്നുണ്ട്. സോ അതെന്താണ്, അത് നമ്മൾ എൻകറേജബിൾ അല്ല. അവിടെ എന്ത് കൊടുക്കണം, എംപ്ലോയീസിന് സ്റ്റെബിലിറ്റി കൊടുക്കണം. കുറച്ചു കാലം അവർക്ക് ആ ഒരു ജോലിയുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് വരാനുള്ള സമയം കൊടുക്കണം എന്നതാണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയീസിന് എന്ത് വേണം, ഒരു സ്റ്റെബിലിറ്റി വേണം അല്ലെ. പെട്ടെന്ന് ജോലിയിൽ നിന്ന് പിരിച്ചു വിടുന്ന സമയത്ത് ഒരുപാട് മെന്റലി അവർക്ക് ടോർച്ചർ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, അവർക്ക് പുതിയൊരു ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സോ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്, നെക്സ്റ്റ് വൺ എന്താണ്, ഇനീഷ്യേറ്റീവ്. ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് അല്ലെ. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നത് ബിസിനസ്സിലാണെന്ന് പറയാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ ബിസിനസ് ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യണം, അനുവദിക്കണം. അതായത് പല ആൾക്കാർക്കും പല 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 ഐഡിയാസ് ഉണ്ടായിരിക്കും. പക്ഷെ ഈ പല ഐഡിയാസ് നടത്താൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ബിസിനസ് ഓർഗനൈസേഷൻസിൽ കുറവായിരിക്കും. സോ ഇത്തരത്തില് ബിസിനസ് ഓർഗനൈസേഷൻസ് അവസരങ്ങൾ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം പല പല ബിസിനസ് ഐഡിയാസും നമ്മൾ അറിയാതെ പോകുന്നത്. സോ ബിസിനസ് ഓർഗനൈസേഷൻ എംപ്ലോയീസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് എടുക്കാനുള്ള, എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള നല്ല 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 ഐഡിയാസ് ഒക്കെ കിട്ടുള്ളൂ അല്ലെ. സോ എന്താണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സബോർഡിനേറ്റ് ഷുഡ് ബി ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് ഇനീഷ്യേറ്റീവ് ഇൻ മേക്കിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദി പ്ലാൻസ്. ഓക്കെ, ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എനർജി കൂട്ടാനായിട്ടും അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ക്രിയേറ്റിവിറ്റി ഒക്കെ കാണാനായിട്ടൊക്കെ സാധിക്കും. ലാസ്റ്റ് വൺ എന്താണ്, എസ്പിരിറ്റ് ഡികോപ്സ്. എന്താണ് എസ്പിരിറ്റ് ഡികോപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ വളരെ ടീം സ്പിരിറ്റോട് കൂടി വേണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വന്തമായിട്ടുള്ള ഇൻട്രസ്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ വളരെ കോർഡിനേറ്റീവ് ആയിട്ട് വളരെ ടീം സ്പിരിറ്റോട് കൂടി വേണം വർക്ക് ചെയ്യാനായിട്ട്.
the principle implies that there should be a coordination and teamwork among the members of an organization. Okay, management must take step to develop a sense of belongingness among the members of the work group. നമ്മുടെ ബിസിനസ് നമ്മൾ വർക്ക് ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷൻ നമ്മുടേത് കൂടിയാണെന്ന് തോന്നലുണ്ടായാൽ മാത്രമേ നമ്മൾ നല്ല കമ്മിറ്റ്മെന്റോട് കൂടി ഹാർഡ് വർക്കോട് കൂടി വർക്ക് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ അത്തരത്തില് ബിസിനസ് ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് എന്ത് ഉണ്ടാക്കിയെടുക്കണം, ആ എംപ്ലോയീസിന്റെ ഇടയിൽ അത്തരത്തിലുള്ള ഒരു എന്താണ് ഒരു തോന്നൽ, ഒരു ബോധം ഉണ്ടാക്കിയെടുക്കണം. അതാണ് എസ്പിരിറ്റ് ഡീകോപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഡെവലപ്പിംഗ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ് ആണ്, നമ്മുടെ ഓർഗനൈസേഷൻ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ എല്ലാ എംപ്ലോയീസും എല്ലാവരും നല്ല കമ്മിറ്റ്മെന്റോട് കൂടി, നല്ല ഹാർഡ് വർക്കോട് കൂടി, നല്ല ക്വാളിറ്റി ഉള്ള വർക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ മിസ് പഠിക്കുന്ന മുതലുള്ള ചാപ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ സബ്ജക്ട് എല്ലാ ടോപ്പിക്സും ആണ് നിങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറച്ച് കൊല്ലങ്ങളായല്ലേ. അപ്പൊ ഇപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന, മിസ് പഠിക്കുന്ന സമയത്തും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഗമാണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ മിസ് പഠിക്കുന്ന സമയത്ത് 14 പ്രിൻസിപ്പിൾസും അങ്ങ് ചോദിച്ചു. അപ്പൊ ഇപ്പം കുറച്ചുകൂടി ലിബറൽ ആയിട്ടുണ്ട്, കാരണം 14 പ്രിൻസിപ്പിൾസ് ഒന്നും ചോദിക്കില്ല. എന്നിരുന്നാലും ഏത് പ്രിൻസിപ്പിൾ ആണ് ചോദിക്കുക 2 മാർക്കിന് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ പ്രിൻസിപ്പിൾസും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഏത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഈസി ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് മിസ് ഇന്ന് തന്നിട്ടുള്ളത്. അപ്പൊ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. 7 മാർക്ക് ഇതാ നമ്മൾ പോക്കറ്റിലാക്കാൻ പോവാണ്. ഓക്കെ, താങ്ക് യു.